ഞങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ. മഴയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓടിയെത്തി എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാൻ താല്പര്യമുള്ളവർക്ക് മഴയൊന്നും ഒരു പ്രതികൂലമല്ല അല്ലേ? നമ്മളെല്ലാം ഓടി വരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ ആത്മാവിൻ്റെ പടവുകളിൽ വളരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കൾ വളരുന്നത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. തീർച്ചയായും നമ്മുടെ മക്കളുടെ വളർച്ച, അവർക്ക് ഹൈറ്റ് വയ്ക്കുന്നത്, വെയിറ്റ് വയ്ക്കുന്നത്, അവർ ആദ്യമായി സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ സന്തോഷിക്കുന്നത്, അവരിൽ നമ്മൾ സന്തോഷിക്കുന്നത്, അവരുടെ വളർച്ച കാണുമ്പോൾ സന്തോഷിക്കും. അതുപോലെ സ്വർഗത്തിലെ അപ്പനും നമ്മുടെ വളർച്ച കാണുമ്പോൾ സന്തോഷിക്കും. ആമേൻ, സ്തോത്രം. അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ മകൻ വളരുന്നുണ്ടോ, ആത്മാവിൽ വളരുന്നുണ്ടോ. ശരീരം കൊണ്ട് മാത്രം വളർന്നാൽ മതിയോ? പറ്റത്തില്ല. നമുക്ക് ആത്മാവിൽ വളരുന്നവരായി തീരണം. അത് നമ്മുടെ ഓരോ നിമിഷവും സംഭവിക്കേണ്ട ഒന്നാണ് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും സംഭവിക്കേണ്ട ഒന്നല്ല, എല്ലാ ശനിയാഴ്ചയും സംഭവിക്കേണ്ട ഒന്നല്ല, ഉപവാസ പ്രാർത്ഥനയുടെ അന്ന് സംഭവിക്കേണ്ട ഒന്നല്ല. ആത്മാവിലെ വളർച്ച ഓരോ നിമിഷവും സംഭവിക്കണം. ശരിയല്ലേ? ഒരു പരിധി വരെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഏജിലോട്ട് വരും. അത് ഓരോ നിമിഷവും സംഭവിക്കുന്നില്ലേ ആ പ്രോസസ്സ്? അതെ, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മ വളർച്ച അങ്ങനെയാണ്. ആത്മാവിൽ ഒരിക്കലും താഴോട്ട് ഇറങ്ങുന്ന പരിപാടിയില്ല കേട്ടോ. മനുഷ്യ ശരീരത്തിനാണ് ഒരു ഏജ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് താഴോട്ട് പോകുന്ന പരിപാടി ഉള്ളത്. നമ്മുടെ ആത്മാവില് താഴോട്ട് ഇറങ്ങുന്ന പരിപാടിയില്ല. നമുക്ക് ഉയരങ്ങളിലേക്ക് പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കഴുകനെ പോലെ ചിറകടിച്ച് ഉയരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒത്തിരി ആത്മീകാനുഭവങ്ങളിലൂടെ ഈ നാളുകളിലും നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. എന്നെ കേൾക്കുന്നവരിൽ സാധാരണ വിശ്വാസികളുണ്ട്, ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും ആത്മാവിൽ വളരുവാൻ ഈ നാളുകളിൽ സഹായിക്കട്ടെ. ഒത്തിരി പേർ എന്നോട് ആത്മീകാനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെസ്സേജുകൾ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ഒത്തിരി പേർക്ക് അന്യഭാഷകൾ കിട്ടുകയും ഒത്തിരി പേർക്ക് ആത്മാവിൻ്റെ അടുത്ത തലങ്ങളിലോട്ടൊക്കെ വളരാനായിട്ട് കർത്താവ് സഹായിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറണ്ട് പോയിട്ടുണ്ട്. യൂട്യൂബിലായിരിക്കുന്ന സഹോദരങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയുമെന്ന് അറിയത്തില്ല. വെളിച്ചവും കുറവാണ്. ഇവിടെ ഇങ്ങനെയാണ്. മഴ തുടങ്ങുമ്പോൾ കറണ്ടിനും ചെറിയ പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എങ്കിലും സ്തോത്രം. നമുക്ക് ഉള്ള ആ ഒരു സാഹചര്യങ്ങളിൽ വെച്ച് നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഹല്ലേലൂയ. നമ്മളപ്പോൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അന്യഭാഷ, അതിൻ്റെ വ്യാഖ്യാനം, അത് നമുക്ക് എങ്ങനെ ലഭിക്കാനായി സാധിക്കും, അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്നും അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് തുടർച്ചയായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിൽ വളർച്ച പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അന്യഭാഷയിൽ സംസാരിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. വിവിധ തരം ഭാഷകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 5 വിധ ഭാഷകൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ വ്യാഖ്യാനം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അന്യഭാഷ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അതിനെപ്പറ്റി പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. നമുക്കത് അറിയത്തില്ല എന്താണെന്ന്. നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഞാൻ അന്യഭാഷ സംസാരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ നടക്കുന്നത്, അതിനെപ്പറ്റി നമുക്ക് വലിയ വെളിപ്പാടൊന്നുമില്ല. അനേകർക്കില്ല. അന്യഭാഷ പറയുന്നുണ്ടോ? പിന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ഞാൻ അന്യഭാഷ പറയുന്നത്, ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അനേകർ ഈ ഭാഷയെ ലഭിച്ചവർ പോലും വേണ്ട രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചർച്ച വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അന്യഭാഷ പറയും, പിന്നെ നമ്മൾ പറയത്തില്ല, അടുത്ത ആഴ്ച പറയത്തുള്ളൂ. മനസ്സിലായോ? എല്ലാവരും അല്ല, എല്ലാവരുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. സാധാരണ ഞാൻ കണ്ടുവരുന്നത്, നമ്മൾ ആരാധിക്കുന്ന സമയത്ത് അന്യഭാഷ പറയുന്നു, പോയി അത് നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഭാഗം പോലെ, അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ അത് പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുകയും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പറയാതിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ നമ്മുടേതായ ഒരു ഭാഷയുണ്ട് നമുക്ക്, അത് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ അല്ലേ? അതില്ലാതെ നമുക്ക് പറ്റുമോ ഈ ലോകത്ത്? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, സ്വർഗത്തിലെ പൗരന്മാരായി തീർന്ന നമുക്ക് സ്വർഗീയ ഭാഷയില്ലാതെ പറ്റുമോ?
ഇല്ല. നമ്മൾ എപ്പോഴാണോ അന്യഭാഷ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു വരം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, അന്നേരം നമ്മുടെ സ്വർഗവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്ന് പോവുകയാണ്. നമ്മളെ ആഴ്ചയിൽ ഒരു ദിവസം സ്വർഗവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പറ്റത്തില്ല. നമുക്ക് ഓരോ നിമിഷവും നമുക്ക് വേണം ജീവിക്കണമെങ്കിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ്. ദൈവത്തിന്റെ സ്വഭാവങ്ങളാൽ, ദൈവത്തിന്റെ കഴിവുകളാൽ എല്ലാം നമ്മൾ നിറഞ്ഞു വരണം. അതിന് നമ്മൾ ഒരു നിമിഷമോ 2 നിമിഷമോ അല്ലെങ്കിൽ അരമണിക്കൂർ എന്നാൽ ആരും പ്രാർത്ഥിക്കണമല്ലോ, അല്ലേ പ്രശ്നം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ, പ്രാർത്ഥിച്ചിട്ട് കിടന്നില്ലെങ്കിൽ പേടിക്കുമല്ലോ, സ്വപ്നം കാണുമല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. ബൈബിൾ വായിച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനല്ല അത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി കഴിയുമ്പോൾ ജീവിതം മാറുകയാണ്. നമ്മൾ നേരത്തെ ജീവിച്ചത് പ്രകാരമുള്ള ഒരു ജീവിതമാണെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെതായ ഭാഷ തരുന്നു. അവിടുത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറുന്നു. എല്ലാം കൊണ്ട് നമ്മൾ മാറുന്നു, അല്ലേ? വേറൊരു രാജ്യത്തിൽ ജീവിച്ച ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുത്തെ സംസ്കാരം ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസമില്ലേ? ശരിയല്ലേ? അങ്ങനെയാണ്. പക്ഷെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് കാണുന്നില്ല, അല്ലേ? കാണുന്നില്ല, അത് കാണാത്ത രാജ്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്താൽ ജീവിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ രാജ്യത്തിനകത്താകുന്നു. അവിടത്തെ സിറ്റിസൺഷിപ്പ് നമുക്കുണ്ട്, ശരിയല്ലേ? നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാകുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ ഭാഷയുണ്ട്, അവിടുത്തെ ജീവിത രീതിയുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെയല്ല. നമ്മൾ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ ദൈവത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവിടെ ദൈവത്തിന്റെ നിയമങ്ങളുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നത്. മനസ്സിലായോ? ആത്മാവിൽ അവന് വെളിപ്പാടുകൾ കിട്ടി, ആത്മാവ് പറയുന്നത് കേട്ട് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കർത്താവിന്റെ ശബ്ദം കേട്ട് ഒരുവൻ നടക്കുമ്പോൾ മാത്രമേ അവന്റെ ജീവിതത്തിനൊരു രൂപാന്തരം ഉണ്ടാകുന്നുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, യേശുവിനെ ആരാധിക്കുന്നവരെല്ലാവരും ഒരുപോലാണോ ജീവിക്കുന്നത്? ആണോ? അല്ല, അല്ല, അല്ലേ അല്ല. ഹല്ലേലൂയ. ആരാധിക്കുന്നവരാകട്ടെ, ഉപദേശിക്കുന്നവരാകട്ടെ, വചനം പറയുന്നവരായിക്കോട്ടെ, പലർക്കും നമ്മൾ നോക്കിയാൽ അങ്ങനെ ഒരു ജീവിതം അവർക്ക് ഉണ്ടാവില്ല. ഒരിക്കല് ഒരു ദേവദാസന്റെ ഭാര്യ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അദ്ദേഹത്തോട് ചോദിക്കുവാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെ അല്ലല്ലോ ജീവിക്കുന്നത്. കേട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ഭവനത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രസംഗിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? എന്നോട് ഒരാൾ ചോദിക്കുകയാണെന്ന് ചോദിക്കുക, സഹോദരി പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന പോലെ ജീവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? എന്റെ ബുദ്ധിയിൽ മാത്രമേ ഇതുള്ളൂ എന്നർത്ഥം, ശരിയല്ലേ? ഞാൻ ദൈവവചനം പഠിക്കുന്നു, നിങ്ങളോട് പറയുന്നു, പക്ഷെ എന്റെ ജീവിതത്തിന് ഒരു രൂപാന്തരവും ഇല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ ഈ ദൈവം തന്നിരിക്കുന്ന ഈ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ കൃപാവരങ്ങൾ സഹായിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കാനും അത് വ്യാഖ്യാനിക്കാനും ദൈവത്തിന്റെ ജ്ഞാനം വേണ്ട സമയത്ത് ലഭിക്കാനും നമുക്ക് ഈ കൃപാവരങ്ങൾ ആവശ്യമാണ്. ചെങ്കടൽ മുന്നിൽ മോശ നിന്നു, വടിയും ഉണ്ട്. എന്നാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോയില്ലേ? നീട്ടണോ വേണ്ടേന്ന് അറിയണ്ടേ? ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം. ചില സമയത്ത് നമുക്കത് വർക്ക് ചെയ്യില്ല. നമ്മുടെ മുന്നിലുണ്ടായിരിക്കും സൊല്യൂഷൻ, നമുക്ക് പക്ഷെ അറിയത്തില്ല. അത് മറഞ്ഞിരിക്കും, പിശാച് അതിനെ മറച്ചു വെച്ചിരിക്കും, ആ വഴികൾ. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ഈ വിഷയത്തെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണം, അത് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. മനസ്സിലായോ? ആ ഒരു പ്രത്യേക സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല, ആരും സഹായിക്കാനില്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ ഒരു സമയത്തെ ദൈവത്തിന്റെ ആ ഒരു വാക്ക്, ഹല്ലേലൂയ, അത് നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, ഇതൊരു ആശ്വാസമാണെന്നറിയാമോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ആശ്വാസമല്ലേ ഈ ജീവിതത്തിൽ? ആണ്. ഹല്ലേലൂയ. നമ്മൾ അതിനന്വേഷിച്ച് ഒരിടത്തും ഓടേണ്ട ആവശ്യമില്ല. അപ്പൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. അപ്പൻ തരുന്ന ആശ്വാസമല്ലാതെ വേറെ ഒരു ആശ്വാസവും നമുക്ക് ജീവിതത്തിൽ ലഭിക്കയില്ല. ഹല്ലേലൂയ. നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ നാട്ടുകാരോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കത്തില്ല.
ആരും ഉണ്ടാവില്ല. ഹല്ലേലൂയ. നന്നായിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവാം ഒരു പക്ഷേ. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നത് നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് അപ്പൻ്റെ സ്നേഹം എന്നതാന്ന് നമുക്ക് പിടികിട്ടുന്നത്. അതുവരെ അത് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഒറ്റപ്പെടുമ്പോഴും ആരും കാണാതിരിക്കുമ്പോഴും കർത്താവ് നമ്മളോട് പറയും, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ എനിക്ക് വേണം. ഹല്ലേലൂയ. എല്ലാവരും നിന്നെ ശൂന്യനെന്നല്ലേ പറയുന്നേ, എല്ലാവരും നിന്നെ ഉപയോഗമില്ലാത്തവളെന്നല്ലേ മുദ്ര കുത്തിയിരിക്കുന്നേ, നീ ഇത്രയും കാലമായിട്ട് എന്നാ നേടിയെന്നല്ലേ ചോദിക്കുന്നേ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നു, നീ ആർക്കും വേണ്ടാത്തത് കൊണ്ട് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എൻ്റെ രാജ്യം പണിയാൻ. ഹല്ലേലൂയ. എൻ്റെ രാജ്യം പണിയാൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെല്ലാം തള്ളിയാലും ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായി നിന്നാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആരോടോ ദൈവം സംസാരിക്കുക കേട്ടോ. ഇതൊന്നും പറയാനല്ല ഞാനിവിടെ നിന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്റെ വലക്കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. നീ കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവനല്ല. എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതാവാൻ പറ്റിയില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, കുറ്റബോധത്തിൽ ജീവിക്കല്ലേ. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ കർത്താവിനോട് പറ, ഇതുവരെ എന്തായിരുന്നാലും ഒരു വിഷയമല്ല, ഇതുവരെ എന്നാ ആയിരുന്നാലും ഒരു വിഷയമല്ല. ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന് വേണ്ടി ഓടാനായിട്ട്, എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കാനായിട്ട്. നിങ്ങൾ ഒന്നിനും കഴിയാത്ത മണ്ഡലത്തിലായിരിക്കുന്നെങ്കിലും എൻ്റെ ദൈവം നിങ്ങളെ മനോഹരമായ ഒരു ആയുധമായി പുറത്തേക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മൂർച്ചയില്ലാതെ തുരുമ്പിച്ച അവസ്ഥയിൽ എവിടെയും നിങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് നിങ്ങൾ പറയുകയാണെങ്കിൽ, യേശുവേ ഒറ്റ വാക്ക് ഉപയോഗിക്കണേ എന്നെയും കൂടെ. ഹല്ലേലൂയ. അവിടുത്തെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് എന്നെയും കൂടെ ഉപയോഗിക്കണമെന്ന് ഒരു വാക്ക് നിങ്ങൾ ഇപ്പോൾ ഹൃദയം കൊണ്ട് പറയാമെങ്കിൽ മതി. കർത്താവ് ഉപയോഗിക്കാൻ റെഡിയാ. ഹല്ലേലൂയ. കർത്താവ് എന്നെ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ സംസാരിക്കുക കേട്ടോ സഹോദരങ്ങളെ. ഹല്ലേലൂയ. അത്രയും ഭാരത്തോടെ എന്നെ കേൾക്കുന്ന ആരോടോ കർത്താവ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കണേ എന്നെയും നാഥ, അങ്ങയുടെ രാജ്യത്തിന്റെ പണിക്കായി, ഉണർവിനായി, അന്ത്യകാലത്തിലെ ഉണർവിന്റെ കണ്ണിയായി എന്നെയും കൂടെ ഉപയോഗിക്കണേ കർത്താവെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്ര വീണുപോയവരാണെങ്കിലും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് ഒരു ആമേൻ പറഞ്ഞേക്ക്. അതേ എന്ന് പറഞ്ഞാട്ട് കർത്താവിനോട്, എത്ര വീണ് നിങ്ങൾ നിലംപരിശായി പോയതാണെങ്കിലും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാനായി പോകുന്നു. ഹല്ലേലൂയ. ചിലരുടെ ജീവിതങ്ങളൊക്കെ ഫ്ലൈറ്റ് വന്ന് വീണ് അങ്ങ് തകർന്നു കിടക്കും പോലെ ഞാൻ കാണുക. ഹല്ലേലൂയ. അതുപോലെ അങ്ങ് തകർന്നു പോയി, ഇനി അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ചിലരെല്ലാം പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ നന്ദി പറയുന്നു. ഇത് വേണ്ടവർ എടുത്തോളൂ. ഹല്ലേലൂയ. വേണ്ടവർ ഇത് സ്വീകരിച്ചോ. കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. നന്ദി അപ്പാ, നന്ദി. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും കറണ്ട് പോയിട്ടുണ്ട്, വിഷയമില്ലല്ലോ, നമുക്ക് സംസാരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്ക് വീണ്ടും കടന്നു വരാം. നമുക്ക് പഠനത്തിലേക്ക് കടന്നു വരാം. ഇതിനിടയിൽ ദൈവം സംസാരിക്കുന്നതാണെങ്കിൽ വീണ്ടും നമുക്ക് സംസാരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. അത് പറഞ്ഞ ശേഷം എങ്ങനെ നമുക്ക് ആത്മാവിൽ അത് തിരിച്ചറിയാൻ സാധിക്കും, ഇതെല്ലാ കാര്യങ്ങളും എനിക്ക് പറയണം. ഈ അന്യഭാഷ എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 3-4 ദിവസമായി, ഒന്നും തീർക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമത്തെ കാര്യം 1 കൊരിന്ത്യർ 14 എടുക്കാം കേട്ടോ. നമ്മൾ ഈ 1 കൊരിന്ത്യർ 14 മുഴുവൻ ഒന്ന് വായിച്ചാൽ നമുക്ക് അന്യഭാഷയെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാവും. 1 കൊരിന്ത്യർ അതിന്റെ 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പോ എങ്കിലും
ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നതാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആ ഒരു കാര്യത്തെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച വ്യക്തമായി പറഞ്ഞു. ചില ഭാഷകൾ മനുഷ്യരുടേതാണ്, അതവർക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഇവിടെ ആരും തിരിച്ചറിയാത്ത ഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അത് ഒരു മനുഷ്യനോ ഒരു പിശാചിനോ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അതൊരു സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ്. ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയാണത്. ഹല്ലേലൂയ. അത് അപ്പനും മക്കളും തമ്മിലുള്ള ഭാഷയാണ്. അതിനിടയിൽ വേറെ ഒരാൾക്കും ഒരു സ്ഥാനമില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയുകയാണ്, അപ്പ ഞാൻ സംസാരിക്കുന്ന ഭാഷ ഒന്ന് ഹസ്ബൻഡിനൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു കൊടുക്കുമോ? ഇല്ല, ഇല്ല. അവിടെ എങ്ങനെ ഹസ്ബൻഡ്, വൈഫ്, മക്കള് അങ്ങനെയുള്ള ഒരു വ്യത്യാസവും ദൈവത്തിനില്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളായിട്ടാണ് കാണുന്നത്. നമുക്കൊരു ഭാഷ, പ്രത്യേക ഭാഷ, അത് മറ്റാർക്കും ഇല്ലാത്തത് ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കും. അത് ദൈവത്തിന്റെ മാത്രം ഭാഷയാണ്. ദൂതന്മാർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല, അവർക്കൊന്നും അത് അറിയാൻ പറ്റില്ല. അത് പരിശുദ്ധാത്മാവും നമ്മളുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയുടെ അർത്ഥം അറിയണമെങ്കിൽ നമുക്ക് എന്ത് തന്നെ വേണം? അത് ദൈവം വ്യാഖ്യാനിക്കാനുള്ള കൃപ തന്നെങ്കിലേ മതിയാകും. അത് ദൈവം സംസാരിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മള് കുടുംബം ഉണ്ടല്ലേ, നമ്മൾ കുഞ്ഞുങ്ങളും കുടുംബമായിട്ടിരുന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവുമായിട്ട് പ്രത്യേകം സംസാരിക്കാറില്ലേ നമ്മള്? കുഞ്ഞുങ്ങൾ കേൾക്കാതെ. മോശ കാര്യമല്ല, നമ്മൾ ആ സ്നേഹം പങ്കിടാറില്ലേ? അതുപോലെ മറ്റാരും കേൾക്കാതെ ദൈവത്തിന് നമ്മളോട് ചില രഹസ്യങ്ങൾ പറയണ്ടേ? രഹസ്യങ്ങൾ പറയണ്ടേ നമ്മളോട്? വേണം. അങ്ങനെയുള്ള ഒരു ഭാഷയാണത്. ഹല്ലേലൂയ. എനിക്ക് വ്യാഖ്യാനിക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. ആരുടെയും ഭാഷ ചിലപ്പോൾ വ്യാഖ്യാനിക്കുന്നവരുണ്ട് കേട്ടോ. എല്ലാ അന്യഭാഷയും പറഞ്ഞാൽ വ്യാഖ്യാനിക്കുന്നവരും ദൈവം അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട്. എങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് അത് ആരും പറയാത്തതായിരിക്കും. ആരും പറയത്തില്ല. ആരും അതിനകത്ത് അങ്ങനെ പറയുന്ന വേർഡ്സോ ആ ഭാഷയോ പറയുന്നവർ കാണത്തില്ല. അപ്പൊ ആ ഒരു ഭാഷ വ്യാഖ്യാനിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചാലേ പറ്റൂ. എത്ര ദിവസം ചോദിക്കണം? എത്ര ദിവസം ചോദിക്കണം? കിട്ടുന്നിടം വരെ ചോദിക്കണം. സ്തോത്രം. കിട്ടുന്നിടം വരെ ചോദിച്ചേ പറ്റൂ. യാചിപ്പിനെന്നാൽ ലഭിക്കും. ചോദിച്ചുകൊണ്ടിരുന്നാല് നമുക്ക് കിട്ടും. നമുക്കത് വേണോപ്പ. എന്താ അങ്ങ് സംസാരിക്കുന്നത് എന്നോട്? അതെനിക്കറിയണം. അങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് അത് പകർന്നു തരാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു ഭാഷയുടെ അർത്ഥം അല്ലെങ്കിൽ അത് എന്താണ് പറയുന്നതെന്ന് നമ്മൾ ഗ്രഹിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ആത്മമണ്ഡലം മാറും. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം ആത്മമണ്ഡലം മാറാൻ തുടങ്ങും. അതുവരെ നമുക്കൊരു റഫായിട്ടുള്ള സ്റ്റേജ് പോലെ തോന്നിക്കൊണ്ടിരിക്കും. ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, എന്തോ ചെയ്യുന്നുണ്ട്, എന്താണ് നടക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഈ ആത്മാവിലൊന്നും ബലപ്പെടാൻ കഴിയുന്നില്ല. അന്യഭാഷയെ ഞാൻ പറയുന്നുണ്ട്, അല്ലയോ? പക്ഷെ ബലം കിട്ടത്തില്ല നമുക്ക്. ഓരോ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ തളരും. എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും, ബൈബിള് നമ്മുടെ കയ്യിൽ മുഴുവനായിട്ട് നമുക്ക് അറിയാമെന്ന് പറഞ്ഞാലും, പ്രതിസന്ധി വരുമ്പോ വചനം വരുമോ? അന്നേരം ചില സമയത്തൊന്നും വരത്തുന്നില്ല വചനം. പ്രതിസന്ധി വരുമ്പോ നമ്മൾ തളർന്നു പോകും, ചിലപ്പോൾ പെട്ടെന്ന് തകർന്നു പോകും. കാരണം എന്താണ് ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് നമുക്കറിയില്ല. നമ്മൾ മുട്ടുമടക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ അന്യഭാഷയും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ദൈവം സംസാരിക്കുന്നതെന്ന് അറിയുന്നില്ല. ആ സാഹചര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. ശത്രുക്കൾ എല്ലാവരും 4 വശവും വന്ന് നിൽക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ. അത് എന്താ കർത്താവേ ചെയ്യേണ്ടത്? അവരോട് എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്? ഞാൻ സാമ്പത്തികമായിട്ട് ഭാരപ്പെടുന്ന സമയത്ത് കടക്കാരെല്ലാം വന്ന് ബഹളം ഉണ്ടാക്കും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരിക്കും. കരയാനല്ലേ പറ്റൂ അവരെ മുന്നിൽ ഇറങ്ങിയെന്ന്? എന്ന് കൊടുക്കുമെന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും രേഖകളുണ്ടോ അവർക്ക് കാണിക്കാനായിട്ട്? സോഴ്സ് ഉണ്ടോ കാണിക്കാനായിട്ട്? അപ്പൊ എന്നാ കണ്ടാണ് അവർ വിശ്വസിക്കേണ്ടത് ഞാൻ അവർക്ക് കൊടുക്കുമെന്നുള്ളത്? വാക്കുകൊണ്ടോ? പത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കോ? ഇവർക്ക് ഇങ്ങനെ ഒന്നും ചെയ്താലൊന്നും അവരാരും അംഗീകരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ആ ഒരു ഉറപ്പ് കേൾക്കുമ്പോൾ അവർക്കൊരു ഉറപ്പ് തോന്നണം, അല്ലേ? ഞാൻ കൊടുക്കുമെന്ന്. നമ്മളങ്ങനെ കടക്കാരോട് പറയുമ്പോൾ അവർക്ക് എങ്ങനെ അങ്ങനെ ഉറപ്പ് തോന്നുമോ? അവർക്കൊന്നും ഒരിക്കലും തോന്നത്തില്ല. എന്നാൽ
ഞാൻ നിൽക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുകയാണെന്ന് വിചാരിക്കുക. നീ അവരോട് പറയുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഇത് ഞാൻ തീർക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മളോട് സംസാരിച്ചാലോ? ഞാൻ എങ്ങനായിരിക്കും അവരോട് പിന്നെ പറയുന്നത്? കരഞ്ഞോണ്ടായിരിക്കോ? കരയോ? ഞാനിതെല്ലാം തീർക്കും ദൈവം പറയുന്നു, ഇങ്ങനാണോ ഞാൻ പിന്നെ പറയുന്നത്? അല്ലല്ലേ. സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ശദ്രകും മേശയ്ക്കും അബേദനകവും പറയുന്ന പോലെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കുക. എന്താ ഇത്ര വിശ്വാസവും ബലവും അവർക്ക്? എവിടെ നിന്ന് കിട്ടി? തീച്ചൂളക്കകത്ത് കൊണ്ടിട്ടാലും നിൽക്കാനുള്ള ബലം എങ്ങനെയാ കിട്ടിയത് സഹോദരങ്ങളെ? ദൈവവുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. ദാനിയേൽ എന്തുകൊണ്ട് സിംഹക്കുഴിയിൽ ഇട്ടിട്ട് ഒരു പേടിയില്ലല്ലോ? അയ്യോ, എന്നെ സിംഹക്കുഴിയിലിടാൻ കൊണ്ടുപോവാണേ, പോകല്ലേ എന്നല്ല വിളിച്ചോ? ഞാൻ ഓർത്തു ഇതൊക്കെ വായിക്കുമ്പോ, എവിടെ നിന്ന് അവർക്ക് ഇത്രയും ധൈര്യം കിട്ടുന്നു? പ്രതിസന്ധിയിലോട്ട് ഇറങ്ങി നിൽക്കാനുള്ള എവിടെന്നാ കിട്ടുന്നേ? എവിടെ നിന്ന് കിട്ടി? പുതിയ നിയമത്തിൽ നിങ്ങൾ നോക്കിക്കേ, സുവിശേഷം പറഞ്ഞ അപ്പോസ്തലന്മാർക്ക് രാജാക്കന്മാരുടെ മുന്നിലും അധികാരുടെ മുന്നിലും നിൽക്കാൻ എവിടെ നിന്ന് ബലം കിട്ടി? സ്തേഫാനോസിന് കല്ലെറിയുന്നവരുടെ മുമ്പിൽ നിന്ന് സുവിശേഷം പറയാൻ എവിടെ നിന്ന് കിട്ടി ഈ ബലം? ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ആത്മബന്ധം, കല്ലെറിയുമ്പോഴും കാണുന്ന ദർശനം. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക. ആ ഒരു ബന്ധം, ആ ഒരു തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ബൈബിൾ പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. അവിടെ ദൈവമക്കളായി നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവവുമായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ നമ്മൾ ഓരോ നിമിഷവും കാലുവെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗ തലങ്ങളിൽ ഓരോ നിമിഷവും നടന്നെങ്കിൽ പറ്റത്തുള്ളൂ എന്ന്. ഭൂമിയിൽ നടക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നടന്നിട്ട് ഭൂമിയിൽ ജീവിക്കുക, സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ട് ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യുക. അതിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം ദൈവമക്കൾ ഇന്ന് ആത്മീക അന്ധതയിലാണെന്ന് നിങ്ങൾ ഓർക്കണം. ആരാധിക്കുന്നു, സ്തുതിക്കുന്നവർ ലോകത്ത് ജീവിക്കുന്നു. ഈ ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ അവരെ വന്ന് അലയ്ക്കുമ്പോഴൊക്കെ അവരത് ലോകപരമായി പരിഹരിക്കാനായിട്ട് നോക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ പ്രശ്നത്തിന് മുഴുവൻ ഉത്തരവാദി പിശാചാണ്. പിശാച് തന്നെയാണ് ജീവിതങ്ങളെ തകർക്കുന്നവൻ. ഒരു മനുഷ്യൻ പോലും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത് അവന് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പിശാച് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പിശാച് ഇങ്ങനെ പറയാനായിട്ടേ, എനിക്കിവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല. പറയുക, അകത്തിരിക്കുന്ന പൈശാചി ശക്തി പറയുക, ഇവൾ ദൈവസന്നിധിയിൽ ചിരിക്കുന്നതും ആരാധിക്കുന്നതും സന്തോഷിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ പിശാചിന്റെ മനസ്സിലിരിപ്പ് എന്തുവാണെന്ന്? നമ്മൾ ചിരിക്കുന്നത് അവന് ഇഷ്ടമല്ലെന്ന്. എന്നാൽ ഒന്ന് വൃത്തിയായിട്ട് ചിരിച്ച എല്ലാവരും നോക്കട്ടെ. ചിരിക്കണം നിങ്ങൾ കേട്ടോ. കരയുന്ന മുഖത്തോടെ ആയിരിക്കല്ലേ. വിഷമം വരുമ്പോൾ ദൈവസന്നിധിയിൽ കരയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. അതല്ല, നമ്മൾ പിശാചിന് തോറ്റവരല്ലെന്ന് നമ്മൾ സമ്മതിക്കുന്നത് നമ്മൾ ചിരിക്കുന്നതിലൂടെയാണ്. ഏത് പ്രതിസന്ധി വന്നാലും ചിരിക്കണം കേട്ടോ, ചിരിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒന്നും വരത്തില്ലടാ പിശാചേ, ഒന്നും വരത്തില്ല. നീ എന്റെ മനസ്സിലിടും പോലല്ല, എന്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യർ പറയുന്ന പോലല്ല, അവർ പറയുന്ന പോലെയല്ല, ഇവർ പറയുന്ന പോലെയല്ല, എന്റെ ബന്ധുക്കൾ പറയുന്ന പോലെയല്ല, സഹോദരങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. ജീവനുള്ള ദൈവം എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തില്. അത് മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞോ, അത് മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിൽ ഭാരങ്ങളിട്ട്, ചിന്തകളിട്ട്, പ്രയാസങ്ങൾ ഇടുന്ന പിശാചിനോട് ഇന്നേരം ബൈ പറഞ്ഞോണം. ഇതൊന്നും നടക്കാനേ പോകുന്നില്ല. നമ്മൾ എന്തുമാത്രം ചിന്തിച്ച് ഭാരപ്പെടുന്നവരല്ലേ. ചിന്ത വലിയ പ്രശ്നമല്ലേ നമുക്ക്? ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ എൻ്റെ പിന്നിൽ ദൈവമാണോ? അല്ല. നമ്മുടെ മനസ്സിനായിട്ട് സ്ട്രഗിൾ ചെയ്യിക്കുന്നത് പിശാച. എന്തോ ചിന്ത ഇങ്ങോട്ട് വന്നാലും പറയണം, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. നിനക്കെന്നെ ഒതുക്കിയിടാൻ പറ്റത്തില്ല. ഒരു സമയമുണ്ട്, അതിനപ്പുറം എന്നെ ഇടാൻ പറ്റത്തില്ല. സിംഹത്തിന്റെ കുഴിയിൽ ഇടാൻ ഒരു സമയമുണ്ടെങ്കിൽ എനിക്ക് പുറത്തു വരാനായിട്ട് ഒരു സമയമുണ്ട്. കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ മിസ്രൈമിന്റെ അധിപതിയായി ഇരിക്കാനായിട്ട് എനിക്കൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ പുറത്തു വരും. പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം ദൈവം നിന്നെ വിളിച്ച, പിശാചല്ല. പിശാചല്ല നമ്മളെ വിളിച്ചത്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പറയാണ് കേട്ടോ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ
ഓമന പേരിട്ട് വിളിച്ചത് ഞാനാ. അപ്പ പോലും പേരിടുന്നതിന് മുമ്പേ മോളെ മോനെ നിനക്ക് ഞാൻ പേരിട്ടു. ഹല്ലേലൂയ. ഈച്ച വന്ന് ക്യാമറയിലൊക്കെ ഇരുന്ന് ശല്യം ഉണ്ടാക്കുന്നുണ്ട്, മഴയായതുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് വരാം. ഹല്ലേലൂയ. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്ര സമയം ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുന്നു, അത്രയും സമയം ആരോടാ സംസാരിക്കുന്നത്? ദൈവത്തോട്. അങ്ങനെയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര സമയം നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു, എത്ര സമയം മനുഷ്യരോട് സംസാരിക്കുന്നു? പറഞ്ഞാട്ടെ. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ മനുഷ്യരോടല്ലേ സംസാരിക്കുന്നത്? സത്യസന്ധമായിട്ട് പറയണം. ആണല്ലോ. അപ്പൊ ഇന്ന് തൊട്ട് നമുക്കതൊന്ന് മാറ്റി പിടിക്കാമോ? മാറ്റാമോ? നമുക്ക് മാറ്റാം. ആവശ്യത്തിന് മനുഷ്യരോട് സംസാരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം. ബാക്കി സമയം നമുക്ക് അപ്പനോട് സംസാരിക്കാം. ഹല്ലേലൂയ. അന്യഭാഷ കിട്ടിയിട്ടില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുകയാ. ചോദിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കാം കൂടുതൽ സമയവും നമുക്ക് ആത്മമണ്ഡലത്തിൽ ഇരിക്കാം. കുറച്ച് സമയം ഇവിടെ ഇരുന്നാൽ പോരെ? കാരണം നമ്മൾ ആത്മജീവികളല്ലേ, നമ്മൾ ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ദൈവത്തിന്റെ മക്കളായ മനുഷ്യൻ ആത്മാവാകുന്നു. ഹല്ലേലൂയ. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട്, അത് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ളതാ. അത് കഴിയുമ്പോൾ ദൈവം പറയും, ഇത് ഇവിടെ കളഞ്ഞിട്ട് വന്നോടാ മോനെ, നിനക്ക് വേറൊരു ശരീരം ഞാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ പോകാനുള്ളവരാ. ഈ ശരീരത്തെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ശരീരം അല്ല നമ്മൾ, ഈ ശരീരം അല്ല. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ എന്ന് പറഞ്ഞ ഞാൻ എപ്പോഴും അമൃത എന്ന് പറഞ്ഞ എൻ്റെ ഈ ബോഡിയെ കാണരുത്. ഞാൻ ആത്മാവാണ്. എനിക്ക് ലിമിറ്റേഷൻസ് ഇല്ല. ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായി തീർന്നതാണ്. ഞാൻ സ്വർഗത്തിലെ ആണ്, ഈ ഭൂമിയിലെ അല്ല. ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാ. കാരണം എനിക്ക് ഒരു ബോധ്യം ഉണ്ടാകണ്ടേ. ഞാൻ സ്വർഗത്തിലെ അല്ല, ഞാൻ സ്വർഗത്തിലെ എന്നല്ല, ഞാൻ ഭൂമിയിലെ അല്ല, ഞാൻ സ്വർഗത്തിലെയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. എനിക്ക് ലിമിറ്റേഷൻസ് ഇല്ല. എന്നെ ലിമിറ്റ് ചെയ്യുന്നത് ആകെ എൻ്റെ ഈ ശരീരമാണ് എന്നെ ലിമിറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പിന്നെ പിശാചിട്ട് തരുന്ന കുറെ ചിന്തകൾ. നിന്നെ കൊണ്ടൊരു ഉപയോഗമില്ല, നിനക്ക് ഇന്നതല്ലേ നിന്റെ കുറവ് പറയൽ ദൈവത്തിന്റെ പണിയല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്കുള്ള കുറവുകൾ, കുറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരികയാണെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. കുറ്റബോധമല്ല ഉണ്ടാക്കുന്നത്, പാപബോധം പരിശുദ്ധാത്മാവ് ഉണ്ടാക്കും. പാപം ചെയ്താൽ നമ്മളെ ദൈവം വാൺ ചെയ്യും. കുറ്റബോധത്തിൽ നമ്മൾ ആരും ജീവിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നീതീകരിച്ചു, ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിച്ചവരാണ് നമ്മൾ. ഓരോ ദിവസവും നമ്മൾ ആ വിശുദ്ധീകരണത്തിലേക്കും തേജസ്കരണത്തിലേക്കും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും അതൊരു പ്രോസസ്സാണ്. ഓരോ നിമിഷവും ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നവൻ എന്താണ് സംസാരിക്കുന്നതെന്നാ പറയുന്നത്? ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തന്നു. തിരിച്ചറിയാൻ പറ്റുന്ന ഭാഷയും പറ്റാത്തതുകൊണ്ട് അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. എന്താണ് ഈ മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്ററീസ്, രഹസ്യങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ എന്താണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരൊറ്റ എക്സാമ്പിൾ, ഒരു രഹസ്യം മാത്രം പറഞ്ഞു. പൗലോസ് എപ്പോഴും പറയാറില്ലേ, ഞാൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതാണ് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ എന്ത് പറഞ്ഞു? പിതാവ് സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. പിതാവ് ചെയ്യുന്നത് കാണുന്നു, ഞാൻ ചെയ്യുന്നു. പിതാവിൽ നിന്ന് കേൾക്കുന്നു, ഞാൻ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന ദൈവരാജ്യത്തിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൽ നിന്ന് കണ്ട് ചെയ്യുക, കേട്ട് പറയുക. കണ്ട് ചെയ്യുക, കേട്ട് പറയുക. അതാണ്. സ്വയം ഒന്നും ചെയ്യുന്ന പരിപാടി ദൈവരാജ്യത്തിലില്ല. സ്വയത്തിൽ എന്ന് പറയുന്ന ആരാണ്? പിശാച്. അതാണ്. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അപ്പൊ സ്വയത്തിൽ നിന്നുള്ള ഒരു കാര്യം ദൈവരാജ്യത്തിലില്ല. എല്ലാം ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിലൂടെ ദൈവത്തിൽ അവസാനിക്കുന്ന ഒരു പരിപാടിയാണ് ദൈവരാജ്യത്തിലുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, എല്ലാം അവങ്കൽ നിന്നും അവനിലും അവങ്കലേക്കും ആകുന്നുവല്ലോ. ഈ വാക്യം ഓർമ്മയുണ്ടോ? എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ കേട്ടത്? അപ്പോസ്തല പ്രവൃത്തികളിൽ. ഓക്കെ, എനിക്കത് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം അങ്ങനെയാണ്. ദൈവത്തിൽ നിന്ന് വേണം സകലവും നമ്മൾ ആരംഭിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്നത് കേൾക്കുക, പറയുക. ദൈവം ചെയ്യുന്നത് കാണുക, പ്രവർത്തിക്കുക. ദൈവം എന്ത് പറയുന്നു അതാണ് നമ്മൾ. അങ്ങനെ ഒരു സിസ്റ്റം വന്നാൽ മാത്രമേ മനുഷ്യർ മാറുന്നുള്ളൂ, സഭ വിശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ, രാജ്യങ്ങൾ മാറുന്നുള്ളൂ.
അവസ്ഥകൾ മാറുന്നുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്ത പക്ഷേ ഇതിനൊന്നും മാറ്റം വരില്ല. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അത് അനുസരിക്കാൻ പറ്റുന്നില്ല. ജഡത്തിൽ കേൾക്കുന്നു, ജഡത്തിൽ മനസ്സിലാക്കുന്നു അല്ലേ? നമ്മൾ ബുദ്ധി കൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ഒരു സൈഡിലൂടെ അങ്ങ് പോകുന്നു. എന്നാൽ ആത്മാവിൽ അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ആത്മാവിൽ ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അതെന്താണെന്ന് അറിയുകയും ദൈവം നമ്മളോട് സംസാരിക്കുന്ന രഹസ്യം എന്താ അത് നമ്മൾ തിരിച്ചറിയണം. ഒരു രഹസ്യം ദൈവം എന്നോട് പങ്കുവച്ചത്, അത് ബൈബിളിലുള്ള തന്നെയാണ്, ഒരു മിസ്റ്ററി. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് ദൈവം ആ ഒരു രഹസ്യം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. കർത്താവ് പറഞ്ഞല്ലേ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു. ശരിയല്ലേ? നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്? ഞാൻ പിതാവാകുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു, നമ്മൾ ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. നമുക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട്? ആ ബുദ്ധി കൊണ്ട് ഏതാണ്ട് ഒരു ഐഡിയ നമുക്കുണ്ടല്ലേ, അതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല. എത്രത്തോളം നമ്മളത് വിശ്വസിച്ചുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. കർത്താവ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നു. ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചേ, അത് ബുദ്ധി കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നു. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാമേ. താണ്ടേ ഒരു കാർഡ് ഉണ്ടോ? ഈ കാർഡ് ഇപ്പോൾ ബൈബിളിലാകുന്നു. ശരിയല്ലേ? ഈ കാർഡ് എവിടാണ് ഇപ്പോൾ? ബൈബിളില്. ഇനി ബൈബിൾ ഈ കാർഡിലാകുന്നു. ആവാൻ പറ്റുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കിത് മനസ്സിലാവില്ല. ഇതാണ് യേശു പറഞ്ഞത്, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇത് ഒന്നാ, സംഭവം ഒന്നായിട്ട് അങ്ങ് തീരുക. പിന്നെ ഈ കാർഡിനെ ഒന്നും കാണാൻ പറ്റില്ല. കിട്ടിയോ? പിടി കിട്ടിയോ? സംഭവം പിടി കിട്ടിയോ? പിന്നെ യേശു നമ്മളിലും നമ്മൾ യേശുവിലും ആകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ പറ്റുമോ? ഇല്ല. യേശുവിനെ കാണാവൂ, അങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ആ ഒരു റെവലേഷൻ എൻ്റെ ഉള്ളിൽ കിട്ടിയത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞ അന്യഭാഷയുടെ വ്യാഖ്യാനം കിട്ടിയപ്പോഴാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ എൻ്റെ നാവിലൂടെ വന്ന ഒരു കാര്യമാണിത്. ഞാൻ നിന്നിലും നീ എന്നിലുമാകുന്നു, നമ്മൾ ഒന്നാകുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുവും ഞാനും ഒന്നാ അല്ലേ? അപ്പൊ യേശുവിനെയും എന്നെയും തമ്മിൽ ഇനി വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടാൽ കലങ്ങും, കാണാൻ പറ്റില്ല. പക്ഷെ പിന്നെയും അതിനെ സൂര്യപ്രകാശത്തിൽ വെച്ചാൽ പിന്നെയും നമുക്ക് തിരിച്ചുപ്പാക്കി നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലേ? ആ വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ. പക്ഷേ ഭൂമിയിലുള്ള ഒരു എക്സാമ്പിൾ എടുത്തു വെച്ച് നമുക്കിത് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് എക്സാമ്പിൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്നായിത്തീരുന്ന അനുഭവത്തെ നമുക്ക് എടുക്കാൻ പറ്റും? ഒന്നും പറ്റത്തില്ല അല്ലേ? ഒന്നും പറ്റത്തില്ല. എന്നാൽ പൗലോസ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്ത് എക്സാമ്പിളാണ് പറയുന്നത്? സഭയെ പറ്റി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ്? ശരീരമാകുന്ന ഒരു സഭയെ പറ്റി പറയുന്നില്ലേ? ഒന്നായി തീരുന്നത് കർത്താവിനോട് കൂടെ. അതെങ്ങനെയാണ് പറയുന്നത്? അവയവങ്ങളായിട്ട് ഓരോ അവയവങ്ങളായിട്ട് നമ്മൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നു അല്ലേ? അപ്പൊ സഭയാകുന്ന മണവാട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയായിട്ട് നമ്മൾ എടുത്താല് അവരൊന്നിച്ച് രണ്ടുപേരാണ്, പക്ഷെ ഒന്നിക്കുന്നു. ശരിയല്ലേ? ഒരു ശരീരമായി മാറുന്നു. നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്? അവർ രണ്ടാണ്, പക്ഷെ അവരൊന്നാണ്. ശരിയല്ലേ? ആ ഒരു രീതിയിൽ നമ്മളിത് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ ആത്മാവ് കൊണ്ടിപ്പോൾ ഒന്നായിരിക്കുക. യേശുവാണോ നമ്മളാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ സംസാരിക്കുന്നു, യേശു സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ പറയാൻ പറ്റുക നമുക്കത്? ഇപ്പൊ യേശുവാണോ ഞാനാണോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവാണോ ഞാനാണോ പറയുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഞാൻ കണ്ടങ്ങനെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദമായിട്ട് അത് എന്നിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഒന്നായിരിക്കുന്നു. ഫിലിപ്പോസ് യേശുവിനോട് ചോദിച്ചു കേട്ടോ. ആരോ? ഫിലിപ്പോസ് അല്ലേ ചോദിച്ചത് കർത്താവിനോട്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന്. അന്നോ? ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ യേശു എന്തു പറഞ്ഞു? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്താണ്? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് അർത്ഥം? യേശുവിൽ പിതാവുണ്ട്, പിതാവിൽ യേശുവുണ്ട്. ഇതുണ്ട്. പക്ഷെ നമുക്ക് ഈ റെവലേഷൻ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇതങ്ങോട്ട് കുത്തിയിരുന്ന് 5 വർഷം ഈ ഭജനം എടുത്ത് പഠിച്ചാൽ ഇത് കിട്ടത്തില്ല. പക്ഷെ കർത്താവ് ഒരു മിസ്റ്ററി വെളിപ്പെടുത്തിയാൽ വെളിപ്പെടുത്തിയതാണ്.
ആമേൻ. അന്ന് ഞാനത് വിശ്വസിച്ചു. ഇന്ന് വരെ ആ വിശ്വാസത്തെ തകർക്കാൻ ഒന്നിനും പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഡയറക്റ്റ് റെവലേഷനാണ്. കർത്താവ് എൻ്റെ ഉള്ളിൽ പകർന്ന ഒരു രഹസ്യം. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും എനിക്കറിയാം, ഞാൻ യേശുവിലും യേശു എന്നിലുമാണ്. എനിക്കൊരു കുഴപ്പമില്ല. അമൃത കുലുങ്ങാത്തതിന് കാരണം അതാ. പ്രതിസന്ധി ഉണ്ടാവെന്ന് ചോദിച്ചാൽ പ്രതിസന്ധി അവിടെ നിൽക്കും, പ്രതികൂലങ്ങൾ അവിടെ നിൽക്കും, വെല്ലുവിളികൾ അവിടെ നിൽക്കും, പിശാച് അവിടെ നിൽക്കും, ലൂസിഫറിന്റെ എല്ലാ പദ്ധതികളും അവിടെ നിൽക്കും. അമൃത യേശുവിലായി കഴിഞ്ഞു. I am in Christ and Christ is in me and we are one in spirit. Hallelujah. ഒന്നായി കഴിഞ്ഞു. പിന്നെ അവൻ എന്നാ പദ്ധതി കൊണ്ടുവന്നാൽ എനിക്കെന്ത് കുഴപ്പമാണ്? അല്ല, നിങ്ങൾക്ക് ഈ ഒരു റെവലേഷൻ അകത്ത് കിട്ടണം. കിട്ടിയാലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് ഡയറക്റ്റ് കിട്ടണം. ഹല്ലേലൂയ. ഡയറക്റ്റ് നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. അവിടെ മുതലാണ് നിങ്ങൾ പിന്നെ സ്ട്രോങ് ആയി മാറുന്നത്. ഹല്ലേലൂയ. യേശു പത്രോസിനോട് പറഞ്ഞു, ഞാൻ ആരാണെന്നാ എല്ലാവരും പറയുന്നേ? പലരും പലതും പറയും. പത്രോസ്, നീ എന്താ പറയുന്നേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു പറഞ്ഞു, ജഡരക്തങ്ങളല്ലേ ഇത് വെളിപ്പെടുത്തിയത്. ആര് വെളിപ്പെടുത്തി? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആ വെളിപ്പെടുത്തിന്റെ മേലാ ഞാൻ സഭയെ പണിയാൻ പോകുന്നത്. അങ്ങനെ വെളിപ്പാടുള്ളവനെ സഭയെ പണിയാനും പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് സ്വർഗത്തിൽ നിന്നുള്ള വെളിപ്പാടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന് നമുക്ക് ഏറ്റവും ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന മാർഗമാണ് നമ്മൾ ഈ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ നമുക്കത് വെളിപ്പെട്ട് കിട്ടുന്നത്. നമ്മൾ കുറെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ മടുത്തു, പിന്നെ പറയത്തില്ല, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ദേവദാസനെ അറിയാം. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 വർഷത്തോളം എന്നോട് പറഞ്ഞു 2 വാക്കാ പറഞ്ഞതെന്ന്. പക്ഷെ അന്നും അദ്ദേഹം ആ 2 വാക്ക് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയും. ഇനിയും കർത്താവേ, എനിക്ക് അന്യഭാഷകൾ അധികമായി വേണം, എനിക്ക് വ്യാഖ്യാനം വേണം. ഇന്ന് അദ്ദേഹം ഒരു പ്രവാചകനാണ്. ഹല്ലേലൂയ. അപ്പോ ഇത് ഉപേക്ഷിച്ചിട്ട് പോയാലൊന്നും ഈ പരിപാടി നടക്കത്തില്ല. ഇത് നമ്മൾ കുറച്ച് വില മുടക്കി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാലേ നടക്കത്തുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്നതെല്ലാം പിശാച് തരുന്നതാണ്. നീ ഒന്ന് വണങ്ങിയാൽ മതി, നിനക്ക് ഇതെല്ലാം തന്നേക്കാന്ന് പിശാച് പറയും. പക്ഷെ ദൈവരാജ്യത്തിലെ സിസ്റ്റം അങ്ങനെയല്ല. ദൈവം നമുക്ക് തരുന്ന ആത്മാവിന്റെ ദാനമൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അതിനുവേണ്ടി സമയത്തെ വേർതിരിക്കണം, പ്രാർത്ഥിക്കണം. എനിക്കിതൊന്നും കിട്ടത്തില്ല സിസ്റ്ററെ, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതമൊന്നും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കിട്ടാതിരിക്കേണ്ട ആള് ഞാനാണ്. ഞാൻ കൊള്ളാത്ത ആളാണ്, ബുദ്ധി ഇല്ലാത്ത ആളാണ്, വചനം അറിഞ്ഞുകൂടാത്ത ആളാണ്. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. ഉപയോഗമില്ലാത്ത ആളാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യം അറിയാലോ, ലോകത്തില് ബുദ്ധിയുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവത്തിന് ഭോഷത്വമായതിനെ മതി, ബലഹീനമായതിനെ മതി ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ. നമ്മളെ മതി കർത്താവ്. അതുകൊണ്ട് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എത്ര പേരായാലും കർത്താവിന് വിഷയമില്ല. ഉപയോഗപ്പെടാൻ തയ്യാറാണോ? കർത്താവ് പകരാനായിട്ട് റെഡിയാ. ആ പാത്രത്തെ ഒന്ന് ഒരുക്കി വെച്ചാൽ മതി. കർത്താവേ, ഞാനൊരു ഒഴിഞ്ഞ പാത്രമായിട്ട്, ഞാൻ ഇന്നും കർത്താവിനോട് പറയാറുണ്ട്, അപ്പാ ഇതൊന്നും പോരാ, ഞാൻ ഇനിയും എന്നെ തന്നെ ഒഴിച്ച് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കൂ അങ്ങയുടെ കരത്തില്. എന്നെ അങ്ങ് നിറയ്ക്കണേ, ഇനിയും നിറയ്ക്കണേ. ഹല്ലേലൂയ. 3-ാം സ്വർഗത്തോളം പോയ പൗലൂസ് എന്ത് പറഞ്ഞു? ഞാനൊന്നും പിടിച്ചിട്ടില്ലെന്നേ. ഞാൻ പിടിക്കാൻ വേണ്ടി വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർത്ത്, കർത്താവെ, 3-ാം സ്വർഗത്തോളം പോയ പൗലൂസിന് പോലും ആ ഒരു ആത്മീക അനുഭവങ്ങള് ഒന്നും അല്ലാതായിട്ടാ തോന്നുന്നത്. അപ്പൊ എന്തോരം കാര്യം ഇനി ഉണ്ടാവും അല്ലേ? എന്തോരം ഉണ്ടാവും നമുക്ക് ഈ ദൈവരാജ്യത്തിൽ അനുഭവിക്കാനായിട്ട്, പ്രാപിക്കാനായിട്ട്. നമ്മൾ ഇരുന്ന ദൈവം നമുക്ക് തരില്ലേ? അത് തീർച്ചയായും തരും. യോഹന്നാന് ദൈവം കൊടുത്ത വെളിപ്പാടോടെ എല്ലാം തീർന്നോ? ഇനി ദൈവത്തിന് കാര്യങ്ങളൊന്നും പറയാനില്ലേ? ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിനാരിയ്ക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ? നമ്മൾ ഇരിക്കണം സഹോദരങ്ങളെ. കർത്താവിന് വലിയ പ്രോജക്റ്റുകൾ ഏൽപ്പിക്കാൻ ഉദ്ദേശമുണ്ട്. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കരത്തിലേക്ക് തരാൻ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നെങ്കിൽ കർത്താവ് തരും. ഒരു രഹസ്യം കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അതുപോലെ ബൈബിളിൽ ഒത്തിരി മിസ്റ്ററീസ് ഉണ്ട്. നമുക്ക് ഇതുവരെയും അത് മനസ്സിലായിട്ടില്ലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലായിട്ടില്ല നമുക്ക്. അന്നേരം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആത്മാവിൽ അത് റെവലേഷൻ ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും കേട്ടെന്ന് പറഞ്ഞ് നമ്മൾ വീണു പോകത്തില്ല. അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവേ, അങ്ങിൽ നിന്ന് ഡയറക്റ്റ് ആ ഒരു ലൈറ്റ് എന്നിലേക്ക് ഇറങ്ങി വരണം. ദൈവത്തിന്റെ ആ വെളിച്ചം എന്നിലേക്ക് വരണം. ഹല്ലേലൂയ. അതിന് മാത്രമേ നമ്മുടെ ഇരുട്ടിനെ നീക്കാൻ പറ്റൂ. ഞാൻ ഇവിടെ നിന്നൊരു ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആത്മാവിന്റെ ഇരുട്ടിലൊന്നും കയറി അത് പ്രവർത്തിക്കില്ല. ശരിയല്ലേ? അതിന് ദൈവത്തിന്റെ വെളിച്ചം തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. അതാണ്
ഈ അന്യഭാഷയുടെ ഏറ്റവും വലിയ ഉപയോഗം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു നിമിഷത്തിൽ നമുക്കത് മനസ്സിലാവാൻ തുടങ്ങും. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അതിൻ്റെ വ്യാഖ്യാനം അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഇങ്ങനെ തോന്നുന്നതാണോ എന്ന് ചോദിക്കാറുണ്ട്. വ്യാഖ്യാനം തോന്നുന്നതാണോ? അങ്ങനെ തോന്നുന്നൊന്നുമില്ല. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചിലരിങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവർ പിന്നെ മലയാളത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അന്യഭാഷയാണ് ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല. ദൈവം എപ്പോഴും നമ്മൾ പറയുന്ന അന്യഭാഷയുടെ വ്യാഖ്യാനം നമ്മുടെ ഹൃദയത്തിനകത്തോട്ടാണ് എഴുതുന്നത്. ഹൃദയമെന്ന മാംസപ്പലകയ്ക്കകത്ത്. ഞാനതിന് വാക്യം പറഞ്ഞുതരാം കേട്ടോ. രണ്ട് കൊരിന്ത്യർ 3:3 എടുക്കാവോ? ഒരാളൊന്ന് വായിച്ചാട്ടെ. ആ, പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ആ, അത് മഷി കൊണ്ടല്ല. ആ, ആ, അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ എവിടെ എഴുതുന്ന പറയുന്നത്? എവിടെയാണ് ദൈവം എഴുതുന്നത്? ഹൃദയമെന്ന മാംസപ്പലകെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും എഴുതുന്നത് നമ്മുടെ ചിന്തകളിലല്ല. എവിടെ എഴുതും? നമ്മുടെ ഹൃദയത്തിനകത്ത് എഴുതും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ അത് വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ദൈവം അത് എഴുതുന്നു. മോശയ്ക്ക് കൽപ്പലകൾ നിയമം എഴുതി കൊടുത്തല്ലേ? അത് അക്ഷരത്തിലായിരുന്നു, കാണത്തക്ക വണ്ണമായിരുന്നു. പക്ഷേ ദൈവം ഇപ്പോഴെവിടെയാണ് എഴുതുന്നത്? നമ്മുടെ ഹൃദയം എന്ന പലകയ്ക്കകത്ത്. അങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനം കിട്ടുന്നത് കേട്ടോ. അല്ല നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിലൊരു മലയാളം വാക്ക് വന്ന് അതായിരിക്കും അതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നുമല്ല. നമുക്ക് ചിലപ്പോൾ സാദൃശ്യം തോന്നാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇടയ്ക്ക് ഒരു സഹോദരി ഇങ്ങനെ ഒരു സംശയം തനിക്ക് ഉണ്ടായി, എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന്. അപ്പോൾ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ സഹോദരി ഇപ്പം ഇങ്ങനെ പറയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ അന്യഭാഷ കളിയാക്കി പറയുന്നതൊന്നുമല്ല. ആ സഹോദരി പറയുന്ന ഒരു എക്സാമ്പിൾ, കുഴി ലീഖാന ഇങ്ങനെ പറയുകയാണെന്ന് വെക്കുക. ഇപ്പം ഈ കുഴി എന്ന് പറഞ്ഞാൽ മലയാളം വാക്കല്ലേ? പക്ഷെ അത് ശരിക്കും മലയാളത്തിലുള്ള കുഴി ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല. അത് വേറൊരു ഭാഷയിലെ വേറൊരു വാക്കായിക്കൂടെ? അപ്പം ഈ സഹോദരി അർത്ഥം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നീ കുഴിയിൽ വീഴാൻ പോകുന്നു, ഇങ്ങനെയാണോ അർത്ഥം എടുക്കേണ്ടത്? അല്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അവർ പറയുന്നതിനെ കളിയാക്കുന്നു, അങ്ങനെയൊന്നുമല്ല. അതല്ല അവർ പറഞ്ഞ. അപ്പം അങ്ങനെ അവർ അർത്ഥം എടുത്തുകൊണ്ടിരുന്നു. അതിലൊരു മലയാളം വാക്ക് വരുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്തിനാണ്? നിങ്ങളിപ്പോൾ കുഴിയിൽ വീഴാൻ പോകുന്നു, അങ്ങനെ ആയിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനല്ല. അപ്പോൾ ഈ പറയുന്ന വാക്കുകളൊക്കെ വേറെ ഏതെങ്കിലും ഭാഷയിലുള്ളതായിരിക്കും. അതിന് ആ വാക്കിൻ്റെതായ ഒരു അർത്ഥം കാണും. മനസ്സിലായോ? അല്ലാതെ എന്തെങ്കിലും വികലമായ ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കില്ല. അപ്പം ഞാൻ പറയുമ്പോൾ ചില സമയത്ത് ഹിന്ദി വരാറുണ്ട്. ഞാനിന്നിവിടെ പാടിക്കൊണ്ട് നിന്നപ്പോൾ ആദ്യത്തെ പാട്ട് പാടിയത് അമൃതയാണ്, രണ്ടാമത്തെ പാട്ട് പാടിയത് സിസ്റ്റർ അമൃതയല്ല. എന്ന് പറഞ്ഞാൽ അത് അന്നേരം ആത്മാവിൽ വെളിപ്പെട്ടതാണ്. ഞാനിങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്കറിയാം പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുക്കുന്നു. അന്നേരം ഞാൻ യേശുവ എന്ന് പറഞ്ഞ് പാടാൻ തുടങ്ങി. അത് ഇന്ന് വരെ ഞാൻ പാടാത്തൊരു പാട്ടാണ്. ഞാൻ കുഞ്ഞിനോട് ഇത് കഴിയുമ്പോൾ ചോദിച്ചു, ഏതിലാണ് അമ്മ പാടി? അമ്മ ബി മൈനറിലാണ് പാടിയതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇതുവരെ ബി മൈനറിൽ പാട്ടുകളൊന്നും പാടിയിട്ടില്ല. അന്നേരം ആ മ്യൂസിക് ഉൾപ്പെടെ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്നു. താളം എപ്പം തുടങ്ങണം, എപ്പം നിർത്തണം, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നു. ഹല്ലേലൂയ. അന്നേരം നമ്മുടെ കൺട്രോൾ മാറി പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നത് ആരാധനയുടെ. നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്താൽ ദൈവം അത് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അന്നേരം പാടുന്നത് അമൃതയല്ല. അമൃത എന്ന് പറയുന്ന ജഡത്തിന്റെ കൺട്രോൾ അങ്ങ് പോവുക. കൺട്രോൾ പോയി. അന്നേരം പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുത്തു. പൗലോസ് പറയുന്നുണ്ടല്ലോ, ആത്മാവ് കൊണ്ടും പാടും ബുദ്ധിയിലും പാടും. നമുക്ക് ആത്മാവിലും ബുദ്ധിയിലും പാടാൻ പറ്റും. ബുദ്ധിയിൽ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ചാൻസുകൾ, അതിന്റെ ചരണങ്ങൾ നോക്കി പാടാൻ പറ്റും. എന്നാൽ ആത്മാവിൽ പാടുന്ന അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കും. നമ്മുടെ ഓരോ സെല്ലിന്റെ കൺട്രോളും പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. കാരണം നാവിനെ നിയന്ത്രിക്കണം അല്ലേ, നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കണം പാട്ടിനനുസരിച്ച്. മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവ് എടുത്തിട്ടാണ് പരിശുദ്ധാത്മാവ് എന്നിലൂടെ പാടുന്നത്. ആ ഒരു സമയത്ത് യേശു മഷി അങ്ങനെ പറഞ്ഞാൽ അത് ശരിക്കും ഹിന്ദിയാണ്. തേരെ കരുണ, അങ്ങയുടെ കരുണ. ഇത്രയൊക്കെ എനിക്ക് ശരിക്കും ആ ഭാഷയ്ക്കും ആ ഓരോരോ വാക്കിനും ഓരോ അർത്ഥമില്ലേ. നമുക്ക് ഹിന്ദി അറിയാന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ അത് മനുഷ്യരുടെ ഒരു ഭാഷയാണ്. ചില സമയത്ത് എൻ്റെ അകത്തൂടെ കയറിയത് വരുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഭാഷ അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. പക്ഷെ ചില സമയത്ത് അത് വരും. അങ്ങയുടെ കരുണയാൽ ഞങ്ങൾ ജീവിക്കുന്നു. അപ്പം ഞാനിങ്ങനെ തേരെ കരുണാസെ ഹം ജീത്നാ ഹൂ അങ്ങനെയാണെന്നോ പറയുന്നത്.
ഹിന്ദി അറിയുന്ന ആളാണോ? ആൾക്കാരാണ്. ഓക്കെ. അപ്പം അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ അകത്ത് അതിൻ്റെ അർത്ഥം എഴുതി വരികയാണ്. ആ ഭാഷയുടെ അർത്ഥം എനിക്ക് കിട്ടുന്നില്ലേ? അകത്ത് കിട്ടുന്നുണ്ട്, അത് എഴുതി വരികയാണ്. അത് പിന്നെ ഞാൻ വേറൊരാളോട് പോയി ചോദിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ല. എനിക്ക് അമൃത സിസ്റ്ററിന് ഹിന്ദി അറിയില്ലെങ്കിലും ആ പറയുന്ന വാക്ക് എനിക്ക് അന്നേരം എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അകത്ത് അത് ശരിക്കും ഒരു മീനിങ് ആയിട്ട് തന്നെ വെളിപ്പെടുന്നുണ്ട്. അല്ലാത്തത് ദൈവാത്മാവ് സംസാരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ, എന്തെങ്കിലും വികലമായ കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. ഇനി അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ കുറെ കാര്യങ്ങൾ വരും. മനുഷ്യരല്ലേ നമ്മൾ, അതായിരിക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനല്ല, അത് പറയാനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് കേട്ടോ. ചിന്തയിൽ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ വന്നാൽ അങ്ങനല്ല. എന്നാൽ അന്യഭാഷ പറയുന്ന സമയത്ത് ചിലപ്പോൾ ചിലർക്ക് ചില ദർശനങ്ങൾ ദൈവം കാണിക്കും, വിഷൻസ്. അത് കറക്റ്റ് ആയിരിക്കും. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇതാണ് നീ പറയുന്നതെന്ന് കാണിക്കാനായിട്ട് ചില വിഷൻസ് കാണിക്കും. അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ആണ്. അങ്ങനെ കാണുന്നവരുണ്ട്. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷൻസ് കാണുക. അപ്പം ഇതാണ് പറയുന്നതെന്ന് മനസ്സിലാകാനായിട്ട് പറ്റും. ഞാൻ ഒരിക്കൽ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സഹോദരന് ഡിപ്രഷൻ പോലെ, ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഒത്തിരി ഭാരവുമായി. ഇവിടെ വന്നിട്ടുണ്ട് ശനിയാഴ്ച, നിങ്ങൾ വന്നപ്പോൾ ഒരു ദിവസം കണ്ടു, ഫാമിലി ആയിട്ട് ഒരു വന്നിരുന്നു. ആ സഹോദരന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആത്മാവിൽ. 2-3 ദിവസം പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു വിടുതലില്ല. ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, ഭയങ്കരമായ ദേഷ്യം, ഭയങ്കരമായ സ്ട്രഗിള്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സിസ്റ്ററെ. 1-2 ദിവസം സാധാരണ രീതിയിൽ ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് പിന്നെ ഒത്തിരി വിഷമം തോന്നാൻ തുടങ്ങി. ആ സഹോദരൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കത് മനസ്സിലായി. അന്നേരം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഓരോരുത്തരും ഓരോ മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്, അല്ലേ? ഓരോ ഗിഫ്റ്റുകളാണ് ഓരോരുത്തർക്കും ഉള്ളത്. ചിലർക്ക് ഈ ഭൂതങ്ങളുടെ മേലൊക്കെ അധികാരമുള്ളവർ പെട്ടെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്കത് അറിയാൻ പറ്റും, ഡിസൈൻ ചെയ്ത് അറിയാൻ പറ്റും ഏത് സ്പിരിറ്റാണ് അകത്തിരിക്കുന്നത്. പക്ഷെ എനിക്കിത് എത്ര പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഈ സഹോദരൻ ഇങ്ങനെ ആയിരിക്കുന്നു? അന്നേരം ഞാൻ വിചാരിച്ചു അന്യഭാഷയെ പ്രാർത്ഥിക്കാം. എനിക്കറിയത്തില്ലല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അന്നേരം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരന് വേണ്ടി ഫോണിലൂടെ ഒരു ദിവസം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് അകത്ത് മനസ്സിലായി. അങ്ങനെയാണ് മനസ്സിലായത്, കൈവശം മാറിപ്പോകട്ടെ, ഇങ്ങനെ ഞാൻ പറയുന്നു അന്യഭാഷയിൽ. കാരണം എനിക്ക് എന്താണെന്ന് പിടി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിന് അത് മനസ്സിലായി. എന്ത് മനസ്സിലായി? അന്യഭാഷയെ പറഞ്ഞപ്പോൾ കൈവശം ഉള്ളിലുള്ളതാണെന്ന് മനസ്സിലായി. അന്നേരം എനിക്ക് സന്തോഷമായി. ഇതാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ജ്ഞാനം പെട്ടെന്ന് എനിക്ക് കിട്ടുക, അല്ലേ? അന്യഭാഷ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചാലേ ഇവൻ സുഖമാവത്തുള്ളൂ. അപ്പം അന്നേരം ഞാൻ കൈവശം എന്ന് പറഞ്ഞു തീരുന്നില്ല, അതിനു മുമ്പേ ഫോണിലൂടെ ഛർദ്ദിക്കുന്ന കേട്ടു. മനസ്സിലായോ? അപ്പൊ അതാര് ചെയ്തു? അമൃത സിസ്റ്ററിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആ സഹോദരനെ രക്ഷിക്കാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ട് എൻ്റെ നാവിനെ അപ്പൻ ഉപയോഗിച്ചത്. ശരിയല്ലേ? എന്തോ ഇരിക്കുന്ന എൻ്റെ കയ്യിൽ, എന്തോ ക്വാളിഫിക്കേഷൻ ആയിരിക്കുന്നേ ആ കൊച്ചിനെ വിടുവിക്കാൻ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ല. ഒരൊറ്റ വാക്ക് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അപ്പനോട് കരഞ്ഞു, എങ്ങനാ രക്ഷിക്കേണ്ടേ കർത്താവേ, ആ കൊച്ചിനെ എങ്ങനാ രക്ഷിക്കേണ്ടേ? അപ്പം പറഞ്ഞു തന്നു, നീ ഇത് പറയേ, ഇതിലാ കാര്യം ഇരിക്കുന്നേ, ഇതാ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം. ഇവിടെ എത്രയും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ചില സമയത്ത് അങ്ങനെയാണ്. കർത്താവിന് അവനോട് ഇഷ്ടം തോന്നിയത് കൊണ്ട് എനിക്ക് പറഞ്ഞു തന്നു എന്താ അവൻ്റെ പ്രശ്നമൊന്നും. അത് പറയുകയും അവൻ ഛർദ്ദിക്കുകയും ചെയ്തു. പിന്നെ വൈഫ് ഒന്ന് പെട്ടെന്ന് ഫോൺ എടുത്തു, ഇതുപോലെ ഹസ്ബൻഡ് ഛർദ്ദിക്കുവാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ആയി, കർത്താവ് ചെയ്തു, ഒന്നുമില്ല. പിന്നെ അവരിവിടെ കടന്നു വന്നു, 3-4 ആഴ്ച ആരാധനയ്ക്കൊക്കെ ഇവിടെ വന്നു. ഇന്ന് ആ കുഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അവനോട് പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി കൊടുത്തു. അവന് ഫ്രീ ആയി. സ്തോത്രം. ഒരു ദിവസം ഇവിടെ വരും, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് വിളിച്ച് ഒരു ദിവസം സിസ്റ്ററെ വരണം. ഒത്തിരി സന്തോഷമായി ഞങ്ങൾക്ക്. അത് അത്രയ്ക്ക് ആ കൊച്ചു സഫർ ചെയ്തിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു വിടുതൽ കിട്ടിയപ്പോൾ ആശ്വാസം. ഇത് ഞാൻ പറഞ്ഞത് ആ അന്യഭാഷയിലൂടെ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ അത് പ്രകാശിപ്പിച്ചു. എന്താ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ? അല്ലാതെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി 1 മാസം പ്രാർത്ഥിച്ചു, ഒരു മറുപടിയില്ല. കാരണം എന്താ പ്രശ്നമെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്നാലല്ലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാ ഞാൻ പറഞ്ഞത് ഈ വ്യാഖ്യാനം വരെ നമുക്ക് വേണം. എന്താ പരിശുദ്ധാത്മാവ് ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞാലല്ലേ അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് വിജയം നടക്കുന്നത്. നമ്മൾ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് പിടിച്ചിരുത്തി ഒരു ഉപവാസ പ്രാർത്ഥന അങ്ങ് വെക്കാം. നീ 1 മാസം അങ്ങ് ഇരുന്ന് പ്രാർത്ഥിക്ക്. ഇങ്ങനെ പറഞ്ഞതും ഒറ്റ വാക്ക് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട് സഹോദരങ്ങൾ. അതാണ് വ്യത്യാസം. ഹല്ലേലൂയ. അതാണ് ദൈവം ചെയ്തെടുക്കുന്ന
ചില കാര്യങ്ങൾ നമ്മളിലൂടെ. അതിനാണ് നമുക്ക് ഈ ഗിഫ്റ്റുകൾ വേണ്ടത്. പിശാചിന്റെ പിടിയിൽ കിടക്കുന്ന അനേകരെ ഒരു വാക്കുകൊണ്ട് വിടുവിക്കാൻ നമുക്കിത് വേണം. എന്താ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ആർക്കറിയാം? നമുക്കറിയാമോ? ശരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? അവന്റെ പ്രശ്നങ്ങൾ അറിയാമോ? പക്ഷെ എല്ലാം ആർക്കറിയാം? പരിശുദ്ധാത്മാവിനെ അറിയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിച്ചാൽ അത് നടക്കും. അത് നമുക്ക് തിരിച്ചറിയണ്ടേ? പരിശുദ്ധാത്മാവ് എന്താ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് അറിയണ്ടയോ? വേണം. എന്താണ് ഈ മിസ്റ്ററി? ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. എങ്ങനെ ആത്മീയ വർധന ഉണ്ടാവുന്നു? എന്താണ് ദൈവം സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അന്നേരം നമ്മൾ ആത്മാവിൽ വളരും. പിന്നെ ഒറ്റ ദുഷ്ടന് നമ്മളെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുപോലെ വളരെ സ്പീഡിലായിരിക്കും നമ്മുടെ വളർച്ച. എൻ്റെ ആത്മവളർച്ചയുടെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു കുഞ്ഞു ഗിഫ്റ്റാണ്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവ്. അത് ദൈവത്തിന്റെ കൃപയാൽ, വേറൊന്നുമില്ല. ഞാൻ വെറും ശൂന്യമാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോൾ ശൂന്യമാണെന്ന് ദൈവത്തിനോട് സമ്മതിച്ചോ അന്ന് ദൈവം പറഞ്ഞു, ഓക്കെ ഞാൻ നിറയ്ക്കാം. ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിറയ്ക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ഞാൻ ഒന്നുമല്ലപ്പാ. ഞാൻ വെറും ഒരു ശൂന്യമാണ്. ശൂന്യമായ പാത്രം, ഉടഞ്ഞ പാത്രം. അപ്പന് പറ്റുമെങ്കിൽ എന്നെ പണിതെടുത്ത് ഉപയോഗിച്ചു. ഞാൻ കംപ്ലീറ്റ് ഉടഞ്ഞും പൊട്ടിയും നുറുങ്ങിയും വേണ്ടാതെ കിടക്കുക. എല്ലാവരും തിരഞ്ഞു മാറ്റിയിട്ടതാ. അപ്പന് പറ്റുകയാണെങ്കിൽ എന്നെ പണിതെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെല്ലാം എന്നെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെല്ലാം എന്നെ ഉപയോഗിച്ചോ, ഞാൻ നിന്ന് തരികയാ. ഹല്ലേലൂയ. അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ അപ്പൻ നിങ്ങളോട് പറയും, മോനെ പൊട്ടിയത് മനുഷ്യർക്കല്ലേടാ, ഉടഞ്ഞത് മനുഷ്യർക്കല്ലേടാ, ഉടഞ്ഞത് നീ ലോകത്തിനല്ലേ. ഞാൻ നിന്നെ പണിതോളാം, ഞാൻ നിന്നെ പണിതോളാം. നിന്നിൽ നിന്ന് അനേകർ കുടിക്കുന്നത് പോലെ ഞാൻ നിന്നെ പണിയാനായിട്ട് പോവുക. എൻ്റെ കരങ്ങളിൽ ഇരുന്നാ മതി. നിന്നോട് എനിക്ക് രഹസ്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിന്നോട് എനിക്ക് സ്നേഹം പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ നിറയ്ക്കും. ഹല്ലേലൂയ. എൻ്റെ സ്നേഹത്താൽ നിറയ്ക്കും, എൻ്റെ നന്മകളാൽ നിറയ്ക്കും, എൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കും. പിശാചിന് നീ ഒരു ഭീഷണിയായി തീരും. ഹല്ലേലൂയ. പിശാചിന് നീ ഒരു ഭീഷണിയാവും. ഹല്ലേലൂയ. അവൻ നിന്നെ കണ്ട് ഓടുന്ന ദിവസങ്ങൾ വരാൻ പോവുക. ഹല്ലേലൂയ. ഇതുവരെ നിന്നെ അവൻ ഭയപ്പെടുത്തി ഓടിച്ചെങ്കിൽ നിന്നെ കണ്ട് പേടിക്കുന്ന സീസൺ വരാൻ പോവുക പിശാച്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇന്ന് രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു, ആത്മീക വർധന വരുന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. സമയത്ത് അന്യഭാഷകൾ, പുതിയ ഭാഷകളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വന്നിരിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. ഒരു മിനിറ്റ് നിങ്ങളുടെ എല്ലാ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, നിങ്ങൾ എവിടെ ആയിരുന്നു കേൾക്കുന്നവരാണെങ്കിലും, ഡ്രൈവിങ്ങിലാണെങ്കിലും ഒന്നും പറ്റത്തില്ല, അല്ലാതാണെങ്കിൽ എവിടെ ആയിരുന്നു കേൾക്കുന്നവരാണെങ്കിലും ഇവിടെ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് പോയ. പുതിയ ഭാഷകൾ ആഗ്രഹിക്കുന്നവര്, വ്യാഖ്യാനം വരം ആഗ്രഹിക്കുന്നവര്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമത് സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. കാരണം നിങ്ങൾ അനേകരെ എഴുന്നേൽപ്പിക്കേണ്ടവരാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ചിപ്പോ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണപ്പ. ഇപ്പോൾ എൻ്റെ അപ്പന്റെ അത്ഭുത കരം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ഇറങ്ങി ചെല്ലേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തില് ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ, ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ, ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തില് അവരുടെ ആത്മമണ്ഡലത്തിലെ തടസ്സങ്ങൾ നീങ്ങട്ടെ കർത്താവേ. അവർക്ക് ഉപയോഗപ്പെടാൻ കഴിയാതെ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ അവരെ ഈ നാളുകളിൽ എൻ്റെ കർത്താവ് പുറത്തേക്ക് എടുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന, ഈ ശബ്ദപരിധിക്കകത്തുള്ള കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ കേൾക്കുന്നവരാകാം, കേൾക്കാത്തവരാകാം. ഒരു വ്യക്തിക്ക് വേണ്ടിയെങ്കിലും ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ പേരുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അവരോട് ഇപ്പോൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവരാത്മാവിന്റെ അനുഭവങ്ങൾ പ്രാപിക്കുന്നവരായി തീരട്ടെ.
പുതിയ അന്യഭാഷകൾ പ്രാപിക്കുന്നവരായി തീരട്ടെ. ഈ നാളുകളിൽ അവർ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ദൈവം അവർക്ക് നൽകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇറങ്ങി വരട്ടെ. ചില വ്യക്തികൾ ഇതിനകത്ത് വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്തുള്ള ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തില് എല്ലാവരും അല്പസമയം കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പോൾ കർത്താവ് നൽകിയിരിക്കുന്ന അന്യഭാഷകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാട്ടെ. ഞാൻ ആരുടെ അടുക്കലും വരത്തില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരാനായിട്ട് പോവുകയാണ്. ദൂതന്മാർ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആ കരങ്ങളെ ചേർത്തടിച്ച് Rene khele darashdo rakhna rene khele sahola hatare kalasbara rene darala hasaro namthara rigana lese rabala hasaro namthara ribana leke se khele hadora kalasmana rana lese khere darashbara കർത്താവേ പുതിയ ഭാഷകൾ എല്ലാവരുടെ അധരങ്ങളിലേക്ക് കൊടുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഭാഷാവരമില്ലാത്തവർ യേശുവിന്റെ നാമത്തിൽ പുതിയ ഭാഷകൾ പ്രാപിക്കട്ടെ. എല്ലാവരുടെ അധരങ്ങളെ തുറന്ന് സംസാരിച്ചു കൊണ്ടിരുന്നാട്ടെ. അപ്പനോട് സംസാരിച്ചാട്ടെ. അമൃത സിസ്റ്ററിനോട് സംസാരിക്കേണ്ട നിങ്ങൾ ആരും അപ്പനോട് സംസാരിച്ചാട്ടെ. ദൈവത്തോട് സംസാരിച്ചാട്ടെ. കർത്താവേ എന്നെ നിറയ്ക്കാതെ ഞാൻ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറ. കർത്താവേ ചില നാവുകളുടെ കെട്ടുകളെ അഴിച്ചുവിടുകയാണ് യേശുവിന്റെ നാമത്തിൽ. Rebene halasoro namthara argana lekhe sikhala habtaro kalasaro thare rabana halasonom thara argana കർത്താവേ യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ. ആ സാന്നിധ്യം ചലിക്കട്ടെ. സാന്നിധ്യം എല്ലാ ശരീരങ്ങളും അനുഭവിക്കട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം പകരണം. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. റെഥേരെ റഗലാസനം ധര അർഗന ലേസറോ നാം ധര റബാല ഹസനം ധര അർഗന ലേസോ റഖന റേബേനെ ഹാലസറോ നാം ധര റബന ഹാലസന്തോര അർഗന ലാസറോ ഖരാദരെ റേലെ സെഖേനെ ദരശ്മന റഖല ദേരബല സമന ഹത്തരോ കലസറോ നാം ധര റബന ലാസറോ നാഖല ഹസറോ ഖല ദരശദോ റബന ഹാര ഹസനം ധര അർഗന ലാസറോ ഖര റബാല ഹസനം ധര അർഗന ദീരെ റാബൽസ്മന ഹത്തരെ ലഗസ്മന അർഗന ദേരബല ഹസനം ധര അർഗന. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. ദൂതന്മാർ ഭവനങ്ങൾക്കകത്ത് ഇപ്പോൾ ചലിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ കുടുംബങ്ങളും യേശുവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അവരുടെ തലമുറകൾ പ്രയോജനപ്പെടട്ടെ. കർത്താവേ അവരെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളിൽ നിന്നും എന്റെ കർത്താവ് ഇപ്പോൾ അവരെ പുറത്തേക്ക് എടുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ അന്യഭാഷകൾ ലഭിച്ചിട്ടില്ലാത്തവർ ഉച്ചരിച്ചുകൂടാത്ത ചിലത് പറയട്ടെ. അവർ അധരങ്ങൾ കൊണ്ട് ഓറബാല ഹസ്സറ നാംതര ബലഹസ്സനും തരറബനഗലേത്താർഗന ഓറബാന ഹലസ്സറോ ധാരഗലസ്സറോ റാലാഖസ്സറോ നാംഖലസ്സറോ നാംതര റഗന ലാഖസ്ബരെ റാലാഖസ്സറോ ഖലാദര ഖലസ്സറോ നാംതര റിബന ലാംതാര റിബന ലഗസ്സറോ നാംതര റിബനഗലേസോ റനോംതര ബനഗല ദാംതര ബനഗലഗ ദുരഗുലഗു ദുരസ്സിറഖെ ബരഗനഗലഗദര ബാലഹസ്സനോംതര റനഗല അത്തോറഗാരെ റബന ലസ്സറോ നാംതര റിഗനഗല
ബരഹല ഹത്തരെ കലസ്ബര റഗന ധീരബല ഹസനോം ധര റിഗന ലത്വരോ കലസ്ബര റെത്തേനെ. ആത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക് ചിലര് കയറട്ടെ. ആത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക്, ആത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക് ചിലതിനെ കർത്താവ് കയറ്റണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലതിനെ അടുത്ത തലങ്ങളിലേക്ക് എന്റെ കർത്താവ് കൈപിടിച്ചു കയറ്റേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. റെത്തേനെ ബലഹ സറൂന ധര റബന റേസലു ഖാത്തര കലശനോം ധര റാബാന ഹലസനോം ധര റിഗാന ദേരെ സിഖേലെ ഖത്തരോ റാസാന ബലഹത്തരോ കലസ്മന റേനെ ലത്തു റഗന ബാല ഹഷറോ നത്വരോ റേത്തേനെ റീഖല ദരശുദോ റബന ലെത്തെ റാബാന ഹസറോ നംതര റിഗന ലസറോ റേഖേലെ ധീര ബല ഹഷനോ ധര റിഗന ലെത്തേര റിഗന ലസറോ ഖല ദരശുദോ റേത്തേന റീഖല ദരശുദോ ರಘನ ರೇಲೇಖೆ ಸಿಖನ ದರಬಲ ಹಸರು ನಂತರ ರಾಬಾಲ ಹಸರು ಧಾರಬಲ ಸರು ನಂತರ ರೇಥೇರೆ ದರಬಲ ಹಸನು ದರ ರೇಥನ ಲಘೋತರೆ ರೇಥೇನೆ ಋಗಲ ದರಶದು ರಘನ ಲೀಥರು ಗಲಸರು. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ, ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ, ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണേ കർത്താവേ. നിറയപ്പെടട്ടെ. ചില ജീവിതങ്ങളെ കർത്താവ് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്ന സഹിച്ചു മടുത്ത ചില ജീവിതങ്ങൾ, അപമാനം സഹിച്ചു മടുത്ത ചില ജീവിതങ്ങളോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ പണിയത് ദൈവരാജ്യത്തിന്റെ താക്കോലുകളെ നിന്റെ കയ്യിൽ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ചില താക്കോലുകളെ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില അധികാരങ്ങളെ വെച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ചില ദേശങ്ങളെ പണിയേണ്ടതിന് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ നടത്താനായി പോകുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷകളിൽ മടുപ്പുകൾ വന്ന് ചിലർ ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. പലതും ചെയ്തു കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് പിശാച് ചിലതിനെയൊക്കെ തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. ആ ജീവിതങ്ങളോട് കർത്താവ് പറയുകയാണ്, എഴുന്നേൽക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കട്ടെ. സാഹചര്യങ്ങളെ നോക്കരുത്, കർത്താവിനെ നോക്കിയാട്ടെ, യേശുവിനെ നോക്കിയാട്ടെ, നിങ്ങളെ വിളിച്ചവനെ നോക്കിയാട്ടെ. വിളിച്ചവൻ വിശ്വസ്തനെന്ന് എണ്ണുന്നെങ്കിൽ സകലത്തെ ഉപേക്ഷിച്ച് നീ ഇറങ്ങിയാലും, ഹല്ലേലൂയ, സകലത്തെയും വിട്ട് നീ ഇറങ്ങിയാലും ഒരു കനാൻ ദൈവം നിനക്കായി ഒരുക്കും. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശം നിനക്കായി കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. സകലതും നഷ്ടപ്പെടുത്തി നീ ഇറങ്ങിയാലും, യേശുവിന് വേണ്ടി സകലതും തള്ളേണ്ടി വന്നാലും എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിളിച്ചത് ചെയ്യാനായിട്ട് ഇപ്പോൾ വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഒരു ബലമത്രേ. ഹല്ലേലൂയ. അത് ദൈവം ഈ നാളുകളിൽ പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ നിറച്ച് അവിടുത്തെ രാജ്യം പണിയാനായി ഈ നാളുകളിൽ ഓരോ വ്യക്തികളെയും ഉപയോഗിക്കാനായി പോകുന്നു. ഒത്തിരി പേർ പറയുന്നു, എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് സിസ്റ്റർ. ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ ലിമിറ്റേഷൻ ആണ് ദൈവത്തിന് വേണ്ടത്. ദൈവം അത് ഓവർഫ്ലോ ആക്കി മാറ്റാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ലിമിറ്റേഷൻസിനെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിറഞ്ഞു കളയുന്ന അനുഭവമുള്ളവരായി തീരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരാനായിട്ട് പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. ദൈവം ചില ജീവിതങ്ങളെ ഇപ്പോൾ തൊട്ടുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ചില ജീവിതങ്ങളെ തൊട്ടുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആഹാരം കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ എത്രയധികം. ഹല്ലേലൂയ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങളുടെ വിശപ്പറിഞ്ഞ് ഞാൻ അവയ്ക്ക് ആഹാരം കൊടുക്കുന്നെങ്കിൽ എൻ്റെ മക്കളായ നിങ്ങൾ എത്രയധികം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു. ഒരു പ്രതീക്ഷയും ചിലരുടെ ജീവിതത്തിലില്ല. എല്ലാ വാതിലുകളും അടഞ്ഞുപോയി സിസ്റ്റർ. ഹോപ്പില്ല, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ഇനി അവസാനം മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറയുന്ന ചില ജീവിതങ്ങളോട് കർത്താവ് പറയുന്നു, ഇല്ല, തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എൻ്റെ സമയം തുടങ്ങുന്നതേ ഉള്ളൂ. പിശാചിന്റെ സമയമാ തീർന്നത്. അത് തീർന്നോട്ടെ. എൻ്റെ സമയം തുടങ്ങുക. ഞാൻ എൻ്റെ സമയത്തിനകത്തോട്ട് നീ കയറി നിൽക്കാമെങ്കിൽ ഹല്ലേലൂയ, ഞാൻ അതിനെ ഉപയോഗമുള്ളതാക്കി മാറ്റാനായിട്ട് പോകുക. നിന്റെ ബാക്കിയുള്ള സകല സമയവും ശൂന്യമായിരുന്നെങ്കിൽ, പിശാച് കവർന്നുകൊണ്ട് പോയെങ്കിൽ നിന്റെ ജീവിതത്തിലെ സകലതും
എന്നാൽ എൻ്റെ സമയത്തിനകത്തോട്ട് നീ കയറുമ്പോൾ ശൂന്യതകൾ നിറയും. ഹല്ലേലൂയ. ശൂന്യതകൾ നിറയും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലേ, കുഴപ്പമില്ല, ആഴത്തിലേക്ക് വലയിറക്ക്. ബോട്ട് എനിക്ക് തന്നാ മതി. ഹല്ലേലൂയ. നിന്റെ ജീവിതം തരാമെങ്കിൽ ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുമെന്ന് കർത്താവ് പറയുക. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ശൂന്യമായതിനെ കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. ഞാൻ അതിനെ നിറച്ചാൽ പിശാച് എങ്ങനെ തടയും? ഹല്ലേലൂയ. കർത്താവ് നിറയ്ക്കാനായിട്ട് ഇറങ്ങിയാൽ ചിലതെല്ലാം അനുസരിച്ചേ പറ്റത്തുള്ളൂ. കാറ്റും അനുസരിക്കും, കടലും അനുസരിക്കും. ഹല്ലേലൂയ. അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തില് ധൈര്യത്തോടെ ഈ നാളുകളിൽ മുന്നോട്ട് ചലിക്കുക. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ചലിക്കുക. നിരാശപ്പെട്ടു പോകല്ലേ, ഭാരപ്പെട്ടു പോകല്ലേ, ബലഹീനമായി പോകല്ലേ. യേശു നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് വീണ്ടും പറയുന്നു, ദൈവരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ എനിക്ക് ആളെ വേണം. ഹല്ലേലൂയ. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. എനിക്ക് ആളെ വേണം. ഹല്ലേലൂയ. ആര് കൈ തുറക്കുന്നു, ആ താക്കോൽ എന്റെ കയ്യിലോട്ട് തന്നാട്ടെ എന്ന് പറഞ്ഞ് കർത്താവേ ഞാൻ നിൽക്കാം. ഇത് ഈസി പണിയെന്ന് വിചാരിക്കല്ലേ, ചിലത് ത്യജിച്ച് നീ നിൽക്കേണ്ടി വരും കർത്താവിന് വേണ്ടി. ആ കരം ഇപ്പോൾ നീട്ടുകയാണെങ്കിൽ കർത്താവ് അത് തരാനായിട്ട് റെഡിയാ. ഹല്ലേലൂയ. ആ താക്കോലുകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് തരാനായിട്ട്, ഈ ഭൂമിയിൽ അപ്പന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട്, ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് ആൾക്കാരെ വേണം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സൈന്യത്തെ വേണം അന്ത്യകാലത്ത് എഴുന്നേൽക്കാൻ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, അപ്പാ ആഗ്രഹിക്കുന്നവർ പറഞ്ഞാട്ടെ, ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കാനായിട്ട്. എൻ്റെ കുറവുകൾ എനിക്ക് വിഷയമല്ല, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് വിഷയമല്ല, എൻ്റെ ആരോഗ്യമോ എൻ്റെ സാഹചര്യങ്ങളോ എനിക്ക് വിഷയമല്ല. എൻ്റെ വിഷയം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ആണ്, ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന വ്യക്തികളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം മുൻപാകെയാണല്ലോ അവർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കർത്താവ് അത് കാണുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ വർദ്ധിപ്പിക്കുകയും അവരെ ദൈവരാജ്യത്തിൽ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യണമേ. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരും അവരുടെ തലമുറകളും അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തില് കർത്താവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് എല്ലാവരോടും ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്താൽ മാത്രമേ അറിയാത്തവരെല്ലാം ഈ നാളുകൾ ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ. അന്ത്യകാലത്ത് ഇത് എല്ലാവരും അറിയണം കേട്ടോ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നടന്നേ മതിയാകൂ. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡുകളിലൂടെയൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് യൂട്യൂബിൽ മാത്രമേ പേജുള്ളൂ. ഒത്തിരി ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒന്നും തന്നെ പേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. കർത്താവ് അത് എത്തിക്കും. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. ആമേൻ.